ദ പ്ലാന്റ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ കൊച്ചു നഴ്സറിയിലത്തെ കുറച്ച് ചെടികളെയാണ് നമ്മൾ പരിചയപ്പെടുത്തും. നമുക്കെപ്പോഴും കൂടുതൽ സെയിൽ നടക്കണം കുറച്ച് ചെടികൾ. ഇവിടെ നമ്മുടെ നഴ്സറിയിൽ സാധാരണയായിട്ട് ഇൻഡോർ പ്ലാന്റുകളാട്ടോ കൂടുതലും ഉണ്ടാവുക. ഏകദേശം ഒരു 90% ഇൻഡോർ പ്ലാന്റുകൾ തന്നെയാണ് ഉണ്ടാവുക. ഔട്ട്ഡോർ ഒരു 10% ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ പൂക്കളേക്കാളും കൂടുതൽ ഇലച്ചെടികളാണ് കൂടുതലും നമ്മളിവിടെ സെയിൽ ചെയ്യണത്. പൂക്കളെന്ന് പറയുമ്പോൾ ജമന്തി, ആന്തൂരിയം, കലാഞ്ചിയ, തെച്ചി, മുല്ല അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ പൂക്കളുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇലച്ചെടികളാണ്. ഇത് പിന്നെ ജമന്തി, ഇത് പിന്നെ എല്ലാവർക്കും അറിയണ പ്ലാന്റ് അല്ലേ. ഇത് നമുക്ക് ഏകദേശം ഒരു 10-15 വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് കലാഞ്ചിയ, അതെ, നമുക്ക് ഏകദേശം ഒരു 10-20 വെറൈറ്റികൾ കളറുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. നമുക്കിവിടെ ഇത് നല്ല സെയിൽ നടക്കാറുണ്ട്. പിന്നെ ഇത് സിങ്കോണിയ, അതൊരു 4-5 വെറൈറ്റികൾ നമ്മളിവിടെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ ജറബറ, അതെ, ഒരു 10-20 ടൈപ്സ് കളറുകൾ നമുക്കിവിടെ സെയിൽ നടക്കാറുണ്ട്. ജറബറ നല്ല പ്ലാന്റുകളാട്ടോ ഇതൊക്കെ. പിന്നെ ആന്തൂറിയം നമുക്ക് ഒരു 10-20 കളറുകൾ ഉണ്ടാവും. നമുക്ക് എല്ലാത്തിലും 2 തൈ വീതം ഉണ്ടാവും കേട്ടോ. എല്ലാ പ്ലാന്റിലും എല്ലാ ചെടിയിലും 2 തൈ വീതം വെച്ചിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യണത് കേട്ടോ. ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിതൊക്കെ ഇവിടെ സെയിൽ ചെയ്യണത്. 10-20 കളറുകൾ ഉണ്ടാവും. നല്ല വെറൈറ്റികളുണ്ട്. അതുപോലെ സ്റ്റാർലൈറ്റും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കേട്ടോ. ഇത് നമുക്ക് നന്നായി സെയിൽ നടക്കണം തന്നെ. പിന്നെ ഇലച്ചെടികളിലുള്ളതാണ് ഇത് ബെർക്കിൻ, ഗ്രീനും വൈറ്റ് ഷെയ്ഡ് വരുന്ന ബെർക്കിൻ. അതുപോലെ കലാത്തിയ നമുക്കൊരു 6-7 വെറൈറ്റികൾ നമ്മളിവിടെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. കലാത്തിയ നമ്മുടെ നഴ്സറിയിലെ പ്രധാനപ്പെട്ട ചെടികളിലൊന്നാണ് കേട്ടോ മണി പ്ലാന്റ്. നമുക്ക് നല്ല സെയിൽ ഉണ്ടാവാറുണ്ട് മണി പ്ലാന്റ്. നമ്മുടെ നഴ്സറിയിൽ സാധാരണയായിട്ട് 4 തരം മണി പ്ലാന്റുകളാണ് സെയിൽ ചെയ്യണത്. ഗോൾഡ്, എൻജോയ്, മാർബിൾ, അങ്ങനെ 4 വെറൈറ്റികൾ. അതിൽ എൻജോയ് എന്ന വെറൈറ്റിയാണ് ഇത് കേട്ടോ. ഇത് ഈ വൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കോമ്പോയിലാണ് ഈ മണി പ്ലാന്റ് കാണുക. ഇത് മറ്റുള്ള മണി പ്ലാന്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെടിയാണ്. പിന്നെ മണി പ്ലാന്റിൽ ഗോൾഡാണ് ഇട്ടത്. ഇതിൻ്റെ ഇലകൾ ഇളം മഞ്ഞ നിറത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മണി പ്ലാന്റിൽ ഗോൾഡ് വെറൈറ്റി ആയിട്ട് ഇത് അറിയപ്പെടുന്നത്. പിന്നെ മണി പ്ലാന്റുകൾ ഗ്രീനാണ് ഇട്ടത്. ഇത് സാധാരണയായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന മണി പ്ലാന്റ് ഗ്രീൻ. ഇതിൽ ചില ഇലകളിൽ വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. പിന്നെ മണി പ്ലാന്റുകൾ മാർബിൾ വെറൈറ്റിയാണിത്. നമുക്കിവിടെ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇത്. നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ വേഗം സെയിലാവുന്നത് ഈ പ്ലാന്റാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ നഴ്സറിയിൽ സാധാരണയായിട്ട് സെയിൽ നടക്കുന്ന പ്ലാന്റുകൾ. ഈ ചെടികളും പിന്നെ ഈ വീഡിയോയും ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.